ഹലോ ഗൈസ്, ജോബ്ലെസ് മല്ലു ഹിയർ. രാവിലെ മട്ടി പിടിച്ചിട്ടാണ് ഉറക്കണീറ്റത്. ലൈറ്റ് ഇങ്ങനെ മുഖത്തേക്ക് വന്ന് അടിക്കുമ്പോൾ എഴുന്നേൽക്കാന്ന് വിചാരിച്ചു. പിന്നെ എഴുന്നേറ്റ് കുറച്ചു നേരം ഇങ്ങനെ മേലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും. പിന്നെ ഒന്ന് റിലേ വന്നു കഴിഞ്ഞിട്ട് പല്ലൊക്കെ തേക്കാൻ വേണ്ടി കയറിയതാണ്. പിന്നെ ഫുഡ് ചിക്കൻ കറി ആയിരുന്നു. ചിക്കൻ കറിയും പുട്ടും കഴിച്ചു. എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് ഡോറിൽ കുടുങ്ങി മുറിഞ്ഞിട്ടുണ്ട്. അതാണ് കൈ അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുന്നത്. പിന്നെ വീട്ടിൽ പണി നടക്കുകയാണ്, പെയിന്റ് അടിക്കുകയാണ്. അപ്പം കിച്ചണിലുള്ള എല്ലാ പാത്രവും കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെയും കട്ടിൽ വന്ന് കമന്ന് കിടന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിക്കാനുണ്ട്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും ഇരുന്ന് എന്തെങ്കിലും ഒന്ന് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ എൻ്റെ ടാബ് എടുത്ത് എക്സാമിന് അറ്റൻഡ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ പിന്നെ ലോക്കൊക്കെ ഓൺ ചെയ്തു. കുറച്ച് ക്ലാസ് ഒക്കെ ഒന്ന് കേട്ടു. വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, കുറച്ച് നേരം കേട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു 5 മിനിറ്റ് പഠിച്ചാൽ 20 മിനിറ്റ് റെസ്റ്റ് ആണല്ലോ. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പോയി. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു, അതിന്റെ ഹോൾ ടിക്കറ്റ് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ കുറച്ച് പരിപാടികളായിട്ട് ടൗണിലേക്ക് വരാനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഇവിടെ മാനാഞ്ചിറ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന കട അറിയിക്കും. അവിടെ കുറച്ച് റേറ്റ് കുറവായതുകൊണ്ട് അവിടെ വന്നിട്ട് എടുക്കാന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ 3G ഗൈസ്. ആ വീട് തുറന്നില്ല. ഹോട്ടൽ എന്ന് പറഞ്ഞത് പേരും കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്ത് സ്മെല്ലായിരുന്നു എന്നറിയോ, സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ കയ്യിൽ ആകെപ്പാടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള പൈസ മാത്രമേ ഉണ്ടായിരുന്നു, പിന്നെ പെട്രോൾ അടിക്കാൻ. അതുകൊണ്ട് പിന്നെ സ്മെല്ലൊന്നും മൈൻഡ് ചെയ്യാതെ നടക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ അതിന്റെ ഇടയിൽ കട്ട് ചെയ്തത് ഒരു ഏച്ചി വരുന്നുണ്ടായിരുന്നു. മുപ്പത്തി ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇവനെന്താ പ്രാന്താണോ എന്നുള്ള രീതിയിൽ നോക്കുക. ശീലമില്ലല്ലോ, ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു തുടങ്ങും. പിന്നെ ഇവിടുത്തെ സ്മെല്ല് കാരണം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, സത്യമായിട്ടും. ഇവിടുന്ന് ഫസ്റ്റ് എന്തെങ്കിലും യൂട്യൂബിൽ നിന്നൊരു ഇൻകം കിട്ടിയിട്ട് വേണം എനിക്ക് സ്വന്തം പൈസയ്ക്ക് വന്നിരുന്നൊന്ന് കഴിക്കാൻ. സഹിക്കാൻ പറ്റില്ല. പിന്നെ ഇതാണ് വണ്ടി. ഞാൻ വണ്ടിയിൽ ഇങ്ങനെ കയറി ഇരിക്കുകയാണ്. ഇരിക്കുമ്പോഴും നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അതാണ് ഞാനിപ്പം സൂം ചെയ്യുന്നുണ്ട്. സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനിത് ഇങ്ങനെ വീഡിയോ പോലെ സൂം ചെയ്യുന്നുണ്ടപ്പോൾ അതിന്റെ ഉള്ളിലിരിക്കുന്ന ആ ചേട്ടൻ, എന്താണ് സെക്യൂരിറ്റിക്കാരനായ ചേട്ടൻ, ഇവൻ എന്താ പ്രാന്താണോ എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്, വീഡിയോ എന്താ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ. പിന്നെ അതെല്ലാം കഴിഞ്ഞു ഞാനിപ്പോ അവിടുന്ന് വണ്ടി എടുത്ത് വീട്ടിൽ എത്തി ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പം